ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ബീഹാറിൽ ഭരണ തുടർച്ച ഉറപ്പാക്കി എൻഡിഎ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 203 സീറ്റുകളിൽ വിജയമുറപ്പിച്ചാണ് എൻഡിഎ അധികാരത്തിലെത്തുന്നത്. ബിജെപി 90 സീറ്റിൽ മുന്നേറ്റം കാഴ്ചവെച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. എൻഡിഎ സഖ്യകക്ഷികളായ ജെഡിയു 85 സീറ്റിലും എൽജെപി 19 മുന്നിലാണ്. ആർജെഡിയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന് 34 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് നിലനിർത്താൻ സാധിച്ചത്. ആർജെഡി 25 സീറ്റിലും കോൺഗ്രസ് 6 സീറ്റിലും മാത്രമാണ് മുന്നിലുള്ളത്. എഐഎംഐഎം 5 സീറ്റിലും സിപിഐഎംഎൽ 3 സിപിഐഎമ്മും ബിഎസ്പിയും ഓരോ സീറ്റിലും മുന്നിലാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ ന്യൂഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്തെത്തി പ്രമുഖ നേതാക്കൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പാർട്ടി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നഡ്ഡ, ശ്രീ അമിത്ഷാ, ശ്രീ രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കുചേർന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്ത വിജയം സമ്മാനിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇതുവരെ 46 കോടിയിലധികം എന്യൂമറേഷൻ ഫോമുകൾ രാജ്യമെമ്പാടും വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട വോട്ടർമാരുടെ 91%. അടുത്ത മാസം 4 വരെ രണ്ടാം ഘട്ടം തുടരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവയ്ക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഇടപെടാതെ കേരള ഹൈക്കോടതി. വിഷയം സുപ്രീംകോടതിയുടെ പരിഗണനയിലാണെന്ന് പറഞ്ഞ ജസ്റ്റിസ് വി.ജി. അരുൺ ഹർജിയിലെ നടപടികൾ അവസാനിപ്പിച്ചു. കേരളത്തിൽ തദ്ദേശ പൊതു തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രികകൾ ഈ മാസം 21 വരെ സമർപ്പിക്കാം. ആശുപത്രിവാസം, ക്ലെയിം സെറ്റിൽമെന്റ് തുടങ്ങിയ സമയങ്ങളിൽ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ ഉയർന്ന നിലവാരത്തിലുള്ള സേവനം നിലനിർത്തണമെന്ന് ധനകാര്യ മന്ത്രാലയം സേവന വകുപ്പ് സെക്രട്ടറി എം. നാഗരാജു. പോളിസി ഉടമകൾക്ക് വേഗത്തിലുള്ള തീർപ്പാക്കൽ സമയം ഉറപ്പാക്കണമെന്നും ന്യൂഡൽഹിയിൽ നടന്ന ഇൻഷുറർമാരുടെയും ആരോഗ്യ സംരക്ഷണ ദാതാക്കളുടെയും യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര വ്യാപാരമേളയിലെ കേരളത്തിന്റെ പവലിയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഈ മാസം 27 വരെയാണ് മേള നടക്കുന്നത്. പ്രദർശന നഗരിയിലെ 27 സ്റ്റോളുകളും മുഖ്യമന്ത്രി സന്ദർശിച്ചു. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി പത്തനംതിട്ട തെള്ളിയൂരിലെ MCRD നവജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ 56 കുട്ടികൾ രാജ്ഭവനിലെത്തി. കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും ശരിയായ അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ പറഞ്ഞു. ശിശുദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ കുട്ടികൾക്കായി ലിലി സിനിമയുടെ പ്രത്യേക പ്രദർശനം നടന്നു. ജീവിതത്തിൽ മികച്ച മൂല്യങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ഇത്തരം സിനിമകളുടെ പ്രദർശനം ആവശ്യമാണെന്ന് പ്രസാർ ഭാരതിയുടെ ആകാശവാണി ന്യൂസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗൌരവ് ദ്വിവേദി പറഞ്ഞു. ഹിന്ദി സിനിമയിലെ ആദ്യകാല നടിമാരിൽ ഒരാളായ കാമിനി കൌശൽ മുംബൈയിൽ അന്തരിച്ചു. 98 വയസ്സായിരുന്നു. 1946 പ്രമുഖ ചിത്രമായ ക്ലാസിക് നീച്ച നഗറിലൂടെ സിനിമായാത്ര ആരംഭിച്ച ശ്രീമതി കൌശൽ 7 പതിറ്റാണ്ടിലേറെയായി സിനിമയിൽ സജീവമായിരുന്നു. കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകുന്നേരം 5 തുറക്കും. ദർശനത്തിനായി ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് തുടങ്ങി. വൃശ്ചികം 17 രാവിലെ 3 നട തുറക്കുന്നത്. മകരവിളക്ക് ജനുവരി 14. പത്മശ്രീ ജേതാവും പരിസ്ഥിതി പ്രവർത്തകയുമായ സാലുമരദ തിമ്മക്ക അന്തരിച്ചു. 114 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കുട്ടികളില്ലാത്തതിന്റെ ദുഃഖം മറയ്ക്കാൻ വഴിയരികിൽ ആൽമരത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും അവയെ മക്കളെപ്പോലെ വളർത്തുകയും ചെയ്ത തിമ്മക്ക വൃക്ഷമാതാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2019 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്ക 1ാം ഇന്നിംഗ്സിൽ 159 റൺസിന് പുറത്ത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്കയ്ക്ക് ആദ്യ ദിനം തന്നെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമാവുകയായിരുന്നു. ഇന്ത്യയ്ക്കായി ജസ്പ്രീത് ബുംറ 5 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഇന്ന് കളി അവസാനിക്കുമ്പോൾ 1 വിക്കറ്റിന് 37 റൺ എന്ന നിലയിലാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.